തിരുവനന്തപുരത്ത് 5 മനുഷ്യരെയാണ് ഒരു 23-കാരൻ കാലപ്പുരിക്ക് അയച്ചിരിക്കുന്നത്. 6-മത്തെ ആൾ സ്വന്തം ഉമ്മയാണ്. ഗുരുതരമായ നിലയിൽ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിലാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ ചേതോവികാരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണപ്രശ്നമാണ്. സ്വന്തം ഉമ്മയുടെ ഉമ്മയെ കൊന്നത് സ്വർണമാല പണയം വെക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന കാരണം കൊണ്ടാണ്. ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടുകാരിയുണ്ടെന്ന് പറഞ്ഞു, കൂടെ പഠിക്കുന്ന പെൺകുട്ടി. ആ കുട്ടിയെ കൊന്നു. ഓമനയായ സ്വന്തം അനിയനെ കൊന്നു. സ്വന്തം വാപ്പായുടെ അനിയനെയും ഭാര്യയും കൊന്നു. അതിനുശേഷം വളരെ കൂളായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ്, ഞാൻ 6 പേരെ തട്ടിയിട്ടാണ് വരുന്നത്. എത്ര കൂളായിട്ടാണ്! അയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് ഏറ്റവും പുതിയ പോലീസിന്റെ ഭാഷ്യം. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇത്തരമൊരു വീഡിയോ ചെയ്തത്. കേരളത്തിൽ രാസലഹരി പിടിമുറക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഒരു വലിയ ശേഖരം ഇതിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഞങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗമെത്തി നെഗറ്റീവ് കമന്റ് ഇട്ടു. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക പറ്റുള്ളൂ. മറ്റെന്തിനേക്കാളേറെ ഇന്ന് മുക്കിലും മൂലയിലും രാസലഹരികൾ കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ യുവജനത മാറിയിരിക്കുകയാണ്. അവർ അരാഷ്ട്രീയവാദികളാണ്. അവർക്ക് മതമില്ല, ജാതിയില്ല എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ ഒരു സംഘമാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഓരോ മുക്കിലും മൂലയിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള രാസലഹരിയുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഒളിച്ചിരിപ്പുണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിക്കാതാകാം. ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ടവരാണ്. ഏത് സമ്പന്നനും ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിലും 10 പേരും ഒറ്റപ്പെട്ടവരാണ്. അവരുടെ കയ്യിലൊക്കെ ഒരു മൊബൈൽ ഫോണുമായി അവരവരുടെ ലോകത്ത് വിരാജിക്കുന്നു. ചിലർ സീരിയൽ കാണുന്നു, ചിലർ സിനിമകൾ കാണുന്നു, ചിലർ ഫേസ്ബുക്കിൽ കയറുന്നു, ചിലർ ഇൻസ്റ്റ കാണുന്നു. ചിലരായിട്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ സാധ്യതകളെ അന്വേഷിച്ച് ഗൂഗിളിലൂടെയും അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നു. നമുക്ക് ഇന്ന് എന്ത് എവിടെ കിട്ടും എന്ന അവസ്ഥയിലാണ്. ഏത് സാധനവും എവിടെയും കിട്ടും എന്നൊരവസ്ഥയാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്തും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഭയക്കണം. നിങ്ങളെ ഒരാൾ കൊല്ലണമെന്ന് വിചാരിച്ചാൽ ഒരു ആയുധം കിട്ടുവാൻ പാടില്ല, ഒരു ഗണ്ണ് കിട്ടുവാൻ പാടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെയോ ചില കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ നമ്മൾ അധികം വിശ്വസിക്കരുത്, അധികം അവിശ്വസിക്കുകയും പറ്റും. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് സ്നേഹം കൂടുതലാണ്. പക്ഷേ ആ സ്നേഹപ്രകടനം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കലല്ല. അതല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരുന്ന് ഒരു ദിവസം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവർ പ്രതികാരം കൊള്ളും. കാരണം അവർക്ക് പ്രത്യേകിച്ച് ആരോടും മമതയോ പ്രത്യേകിച്ച് ആത്മബന്ധമോ സ്നേഹബന്ധവുമില്ല. ഒരുപക്ഷെ നിങ്ങൾ മാതാപിതാക്കൾ അവർക്ക് ഒരു പണം കൊടുക്കുന്ന ATM മെഷീൻ മാത്രമായിരിക്കാം. പണം കിട്ടിയില്ലെങ്കിൽ ATM മെഷീനിൽ നമ്മൾ തട്ടുന്നത് പോലെ ചിലപ്പോൾ അവർ നിങ്ങളെ തട്ടിയേക്കാം. സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഏത് സമയത്തായി കഴിഞ്ഞാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ മാത്രമല്ല, നിങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാരുടെ ജീവൻ തന്നെ നശിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിന്റെ പോക്ക് നോർത്തിരിക്കുക. നമ്മുടെ സിസ്റ്റത്തെയോ നമ്മുടെ പോലീസിനെയോ നമുക്ക് കുറ്റം പറയാനൊക്കെ വരട്ടെ. കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ വീടുകളിലും കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോ എക്സൈസ് ഉദ്യോഗസ്ഥരോ പരിശോധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമുക്ക് റൈറ്റ്സുകളൊക്കെ കൂടിയ കാലഘട്ടമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കുക പറഞ്ഞാൽ നിങ്ങളകത്ത് കയറ്റിയില്ല. ഇനി അഥവാ കയറ്റിയാൽ തന്നെ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ കേസുമായിട്ട് നീങ്ങും. നമുക്ക് മനുഷ്യാവകാശം കൂടിയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് കുറ്റക്കാരൻ, ആരാണ് കുറ്റക്കാരി അല്ല എന്ന് കണ്ടുപിടിക്കുവാൻ വളരെ പാടാണ്. നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ. അത് വിചാരിക്കേണ്ട ഒരു ആവശ്യമാണ്. വാർഡ് തലങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കുക. ഓരോ പ്രദേശത്തെ കുട്ടികളെ കുറിച്ച് ലിസ്റ്റ് എടുക്കുക, അവരുടെ പോക്കുകളെ കുറിച്ച് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ അവർ നശിക്കുന്നതല്ല, അവർ ചുറ്റുപാടുമുള്ള ആൾക്കാരെ കൂടെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്. 1, 2, 3 ആഴ്ചകളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അതിഭീകരമാണ്. 2 പേരെ കൊന്നു, 4 പേരെ കൊന്നു, 5 പേരെ കൊന്നു, അങ്ങനെ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മുടെ നിയമത്തിന്റെ രീതികളൊക്കെ മാറിയിരിക്കുന്നു. ജയില് ഒരു സ്വർഗമാണെന്ന രീതിയിലുള്ള ചില വാർത്തകൾ പരക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും സുഖകരമായ സ്ഥലമാണ് ജയിൽ എന്നുള്ളത് അതൊരു സത്യമാണെങ്കിൽ കൂടി അതും ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമത്തെ ഭയമില്ല, അല്ലെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്നൊരു ചിന്ത പല വിധികളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ചെറുപ്പക്കാരൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ അഡിക്ഷന്റെ അല്ലെങ്കിൽ ഒരു ഇൻസാനിറ്റിയുടെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഒരു കിഴിവ് കിട്ടുവാൻ സാധ്യതയുണ്ട്. കാരണം ആ സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ ലഹരിക്ക് അടിമയായിരുന്നു എന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടുവാനുള്ള ഒരു വഴിയാകാം. വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു മെന്റൽ അസൈലത്തിലേക്കോ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്കോ അയച്ചെന്ന് വരാം. പക്ഷെ അതുകൊണ്ടൊന്നും അതൊരു ശാശ്വതമായ പരിഹാരമാകുന്നില്ല. നമ്മൾ ജാഗരൂകരാകുക. ഓരോ തലങ്ങളിലും, ഓരോ വാർഡുകളിലും, ഓരോ വീടുകളിലും കുട്ടികളെ പഠിച്ചുകൊണ്ടേയിരിക്കുക. രാത്രി ഇറങ്ങിപ്പോയ കുട്ടികൾ എവിടെ പോകുന്നു കൃത്യമായിട്ട് അന്വേഷിക്കുക. അതല്ലെങ്കിൽ അടുത്ത കൊലക്കത്തി നിങ്ങളുടെ നേരെയായിരിക്കാം നീണ്ടുവരിക.